യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ കിട്ടാത്ത ഒരു ട്രീറ്റ്മെന്റും അവിടെ ഉണ്ടാവില്ല. തന്നെയല്ല, ഈ അവസ്ഥയിൽ അവിടെ വരെ എത്തിക്കാന്ന് വെച്ചാൽ വളരെ റിസ്കാ. അവളെ എനിക്ക് ജീവനോടെ തിരിച്ചു വേണം. പകരം ഡോക്ടർ ചോദിക്കുന്നത് എന്തും ഞാൻ ഈ കാൽച്ചൂട്ടിൽ കൊണ്ടുവച്ചു തരും. അതിന് പൊന്നായാലും പണമായാലും പദവിയായാലും. പറയുന്നത് ശ്രീനാരപുരത്തെ രഘുരാമ ചെട്ടിയാരാ. തല പോയാലും വാക്കുമാറ്റില്ല. നമുക്ക് നോക്കാം പെരിയരെ. വിൽ ഡു അവർ ബെസ്റ്റ്. പണ്ഡിതരെ, എന്തായി? ബ്ലഡ് കിട്ടിയോ? ബ്ലഡ് കിട്ടി, കൊടുത്തോണ്ടിരിക്കുക. ഇത്ര പെട്ടെന്നോ? എവിടുന്ന് സംഘടിപ്പിച്ചു? അത് പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു. നന്നായി. തന്നോട് ഞാൻ എങ്ങനെയാടോ നായരെ ഇതിനൊക്കെ നന്ദി പറയുന്നത്? നായരെന്ന് ഞാൻ വിളിച്ചത് ആള് മാറിയിട്ടല്ല, മനഃപൂർവ്വ. ഉള്ളിത്തട്ടി ഞാൻ നന്ദി പറഞ്ഞത് ഏതോ പാണ്ഡിതൂരടുത്തല്ലോ, ഗോവിന്ദൻകുട്ടി നായരോടല്ലേ. വണക്കോയ്യ. താനെന്തെവിടെ? അയാളുടെ മകൾക്ക് കുത്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആണെന്ന് ഫോൺ വന്നു. യാരവൻ? അവനെ കൊന്ന് അവന്റെ ചോര കുടിക്കാൻ എനിക്ക് കൊതിയായി. സൊല്ലുങ്കയ്യ, അന്ത മുട്ടാള യാര്? തമ്മുള്ളിക്കൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ലയ്യ, ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. വേണ്ട, വന്നേ പറയട്ടെ. തമ്പി നീങ്ക വെയിറ്റ് പണ. ശരി സാർ, നാലിപ്പോ വരാം. വാങ്കയ്യ. ഗോപാൽ, എന്താ? താനൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എനിക്ക് കേസുമില്ല. അല്ലയ്യ, അത് ഞാൻ പറയുന്നത് താൻ അനുസരിച്ചാ മതി. ഓ, പ്രതിയെ വിട്ടുതരാനും സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റി സുന്ദരനാക്കാനും ചെട്ടിയാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവന് എനിക്ക് വേണം, വളർത്താനല്ല, കൊല്ലാൻ. തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഏയ്, എനിക്കെന്ത് വിരോധം? സന്തോഷമേ ഉള്ളൂ. ഈ ചെറിയ കാര്യമെങ്കിലും അയാൾക്ക് വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഈ ഗോപാലന്റെ ലൈഫ് എന്റെ ബെസ്റ്റ് അല്ലേ? നീങ്ക എനക്ക് കടവുൾ മാതിരിയാ. നീങ്ക ഇല്ലായിരുന്നെങ്കിൽ എന്നോട് ലൈഫ്, എന്നോട് അപ്പ, അമ്മ, തങ്കച്ചി, പൊണ്ടാട്ടി, കൊളന്തി എല്ലാമേ. അഴാതറാ, ഇതൊരു പബ്ലിക് പ്ലേസാ. പോലീസുകാരന്റെ വില കളയാതെ പോടോ. പോയിട്ട് വരട്ടെ പെരിയോരെ. പോയാ മതി, വരണ്ട. ശരിയ്യ.
അയ്യാ, എന്താ പാണ്ഡിതുരെ? ഏയ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ക്ഷോഭിക്കരുത്. ഇല്ല, നീ കാര്യം പറ. ആ ഗണേശൻ പാവമാണ്. അവനാവില്ല അത് ചെയ്തത്. നീ അവന്റെ ആളല്ലേ? അയ്യോ, ഒരിക്കലുമല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തോന്നിയത് പറയാനുള്ള സ്ഥലമല്ലത്. അകത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് എന്നോട് രക്തം, എന്നോട് സ്വപ്നോ, എന്നോട് എല്ലാം. പകരം ചോദിക്കേണ്ട ഞാൻ. അല്ലയ്യ, അവനാ ചെയ്തെന്ന് ഉറപ്പില്ലാതെ. ഇതിൽ കൂടുതൽ എന്തുറപ്പാ വേണ്ടത് പാണ്ഡിതുരയ്ക്ക്? കണ്ടതല്ല നീയും ഞാനും ഈ കണ്ണുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച. അവനിപ്പോ ഈ ഭൂമി വിട്ട് പോയിട്ടുണ്ടാവും. ശ്രീനാരിപുരത്തെ മല്ലന്മാര് അവനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അഥവാ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും തേടി ചെല്ലും ഞാൻ. അവനെ കുത്തിക്കീറി കൊടൽമാലയെടുത്ത് കഴുത്തിലിട്ട് ആനന്ദ നൃത്തം ചെയ്യാൻ. അവന്റെ ചോര കൊണ്ട് വീരപാണ്ഡി കോവിലമ്മയ്ക്ക് ചാന്താട്ടം നടത്തും. എന്റെ ശാരികെ, ഞാൻ പറയുന്നു നീ ഒന്ന് വിശ്വസിക്കേ. എടി, ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ വന്നതാ. ഒരു 2 ആഴ്ച കഴിഞ്ഞേ വരൂ. വന്ന ഉടനെ ഞാനങ്ങ് എത്തൂലേ. എന്റെ ചക്കരയല്ലടി, നീ ഒന്ന് ക്ഷമിക്കേ. അത് നമുക്ക് ശരിയാക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. നിന്നെ കാണാൻ എനിക്ക് കൊതിയില്ലേ? സത്യം പറഞ്ഞ ഞാനിവിടെ ജീവിക്കുന്നത് പാതി മനസ്സോടെയാ. ഊണിലും ഉറക്കത്തിലും നിന്റെ മുഖവാ എൻ്റെ മനസ്സിൽ. അമ്മയാണ് സത്യം. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോടി ശാരികെ? ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആരായിരുന്നു? വല്ല പുതിയ കാമുകിമാരും ആണോ? അയ്യേ, ഇത് വിശ്വനായിരുന്നു. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ വെപ്രാളം പിടിച്ച് ഫോൺ കട്ട് ചെയ്ത്? അത് പിന്നെ ഞാൻ ബാംഗ്ലൂരാണെന്നാണല്ലോ ഏട്ടന്റെ വിചാരം. അപ്പം കയ്യപ്പത്തം പറ്റി വക്കീൽ വല്ല ചോദിക്കുകയോ പറയുകയോ ചെയ്താ ഏട്ടൻ ശബ്ദം കേട്ടാലോ? ബാംഗ്ലൂരിലും സ്ത്രീ ശബ്ദം ഉണ്ടല്ലോ. ഉണ്ടാവും, പക്ഷെ എന്റെ മുറിയില്ലല്ലോ. ആരായാലും കൊള്ളാം. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്ക് ജീവിച്ച തനിക്ക് കൊള്ളാം. എനിക്ക് കൊള്ളാന്നു? എനിക്ക് കൊള്ളാവുന്നല്ല, നമുക്ക് കൊള്ളാന്ന് പറ വക്കീലേ. ഇപ്പോ നമുക്കിടയിൽ ഞാനെന്നും നീന്നൊക്കെ ഉണ്ടോ വക്കീലേ? ഓക്കെ, തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനതൊക്കെ തിരുത്തി. വക്കീലിനെ കണ്ട ശേഷം എൻ്റെ ജീവിതം മറ്റൊരു വഴിയിലാണ് ഒഴുകുന്നത്. ഞാൻ ഒരുപാട് മാറിപ്പോയി വക്കീലേ. ശരി ശരി, സമ്മതിച്ചു. ദാ ചായ കുടിക്ക്. താങ്ക് യു. ഷെടാ, നല്ല മധുരം. വക്കീലിന്റെ കൈ തൊട്ടോണ്ടാ. ഞാൻ തൊട്ടിട്ടില്ല, സ്പൂൺ കൊണ്ട് ഇളക്കിയത്. ഓ, അവിടുന്ന് ചില നേരത്തെ വക്കീലിന്റെ കോമഡിയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ. ചായ കുടിച്ചിട്ട് അജൻ ഇവിടെ തന്നെ ഇരിക്കണം, താഴേക്ക് വരണ്ട. അതെന്താ? എനിക്ക് ചില ക്ലയൻസ് ഉണ്ട്. ഓ, വക്കീലേ, വക്കീലിന് ഞാനൊരു ബാധ്യതയായോ? തൽക്കാലം ഇല്ല, ആകുമ്പോ പറയാം. ആകുമ്പോ പറയാന്ന്? യോ വിശ്വട്ടൻ, ഹലോ. നീ ബാംഗ്ലൂർ എത്തിയോടാ? എത്തിയട്ടാ. നീ എന്താ വിളിക്കാതിരുന്നത്? അത് പിന്നെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓ, വിളിക്കേട്ടാ, വിളിക്കാം. എന്താടാ ഒരു വെപ്രാളം?
വെപ്രാളോ? ഏയ് ഇല്ലേട്ടാ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓർക്ക് ശരിയായില്ല ഐഡിയ.